സ്റ്റാർബക്സിന്റെ ഫസ്റ്റ് ലോഗോ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ബാഫമറ്റ് എന്താണെന്ന് അറിയണം. മധ്യകാലത്ത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ആരാധിച്ചിരുന്ന ഒരു രൂപമാണ് ബാഫമറ്റ്. ഫ്രഞ്ച് കഥാകൃത്തും സാഹിത്യകാരനുമായിരുന്ന എലിഫസ് ലീവയാണ് നെറ്റിയിൽ ഒരു പെന്റഗ്രാമോട് കൂടി ആദ്യമായിട്ട് ബാഫമറ്റിന്റെ രൂപം വരയ്ക്കുന്നത്. പിന്നീട് 1897 ഫ്രഞ്ച് കവിയും ഒക്കൾട്ടിസ്റ്റുമായിരുന്ന, അതായത് രഹസ്യവിദ്യകൾ അറിയുവാനും അഭ്യസിക്കുവാനും താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്ന സ്റ്റാനിസ്ലാസ് ഡെ ഗ്വെയ്റ്റ ആദ്യമായി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചിത്രം ഉൾപ്പെടുത്തി. ആ ചിത്രം ഒരു പെന്റഗ്രാമിന്റെ അകത്ത് ബാഫമറ്റിന്റെ തലയുള്ളതായിരുന്നു. അത് പിന്നീട് സിജിൽ ഓഫ് ബാഫമറ്റ് എന്ന പേരിൽ അറിയപ്പെടുകയും ചർച്ച് ഓഫ് സെയ്റ്റാൻ അത് അവരുടെ ഒഫീഷ്യൽ ചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. 2014 ദ സെയ്റ്റാനിക് ടെമ്പിൾ ബാഫമറ്റിന്റെ വലിയൊരു പ്രതിമ സ്ഥാപിക്കുകയും ഓക്ലഹോമ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ പ്രദർശിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ കോടതി ഇതിന് അനുവാദം കൊടുത്തില്ല. പിന്നീട് 2015 2018 വിവിധ സ്ഥലങ്ങളിലായിട്ട് ബാഫമറ്റിന്റെ ഈ ഒരു പ്രതിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം ബാഫമറ്റ് സാത്താൻ ആരാധകരുടെ പ്രതീകമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇനി ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർബക്സിന്റെ ലോഗോയിലോട്ടൊന്ന് വരാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലേ? ഇനി ഈ ഒരു ലോഗോ ഒന്ന് തല തിരിച്ച് പിടിച്ചു നോക്കിക്കേ. അതെ, നിങ്ങൾ കാണുന്നത് ബാഫമറ്റിന്റെ തലയുള്ള അതേ രൂപം തന്നെയാണ്. J.E. സിർലോട്ട് എഴുതിയ ലോക പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, എ ഡിക്ഷണറി ഓഫ് സിംബൽസ്. അതായത് ഈ ലോകത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിംബിൾസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിലും സ്റ്റാർബക്സിലെ ഇതേ ലോഗോ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന സിംബലും സ്റ്റാർബക്സിന്റെ ലോഗോയും ബാഫമറ്റിന്റെ മുഖവും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതിനാൽ തന്നെ സ്റ്റാർബക്സിന് ഇത്തരത്തിലുള്ള ആചാരങ്ങളോടോ വിശ്വാസങ്ങളോടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയം ചിലർക്കുണ്ടായി. അതിനെതിരെ സ്റ്റാർബക്സ് പ്രതികരിച്ചത് തങ്ങളുടെ ലോഗോ ഒരു മത്സ്യകന്യക സൈറൻ ആണെന്നും കോഫി കടൽ മാർഗത്തിലൂടെ കൊണ്ടുവന്നതിന്റെ സൂചനയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു രൂപം തങ്ങളുടെ ഒഫീഷ്യൽ ലോഗോയായിട്ട് അവർ തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞത്. ഒഫീഷ്യലായിട്ട് യാതൊരു തെളിവും ഇല്ലാത്തതിനാൽ തന്നെ ഇതെല്ലാം വെറും ഒരു കോൺസ്പിറസി തിയറി മാത്രമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സ്റ്റാർബക്സ് മാത്രമല്ല, ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള കമ്പനികളുടെയും ബ്രാൻഡുകളുടെയും ലോഗോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കും.